രഞ്ജി ട്രോഫി ഫൈനലിന്റെ 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ കേരളത്തിനെതിരെ വിദർഭ ശക്തമായ നിലയിൽ 286 റൺസിന്റെ ലീഡാണ് വിദർഭയ്ക്കുള്ളത്. കരുൺ നായരുടെ സെഞ്ചുറിയാണ് വിദർഭയ്ക്ക് കരുത്തായത്. അനൂപ് ഷൺമുഖൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അനൂപ് ഷൺമുഖൻ, ഗുഡ് ഈവനിംഗ്. കരുൺ നായർ നമുക്ക് ഒരു വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഫൈനലിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കരുൺ നായരുമായൊക്കെ സംസാരിച്ചിട്ടാണ് അനൂപ് നിൽക്കുന്നതെന്നറിയാം. ആ സംഭാഷണം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഈ കളി നിർത്തുമ്പോൾ 286 അതൊരു ചെറിയ ലക്ഷ്യമല്ലല്ലോ. നമുക്ക് മറികടക്കാൻ കഴിയുമോ അനൂപ്? സുജയ, ഏകദിന ശൈലിയിൽ അല്ലെങ്കിൽ 2020 ശൈലിയിൽ ഒരു പക്ഷേ കേരളത്തിന് അവസാന ദിനം ബാറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അത് മാത്രമാണ്, അത് നേരിട്ട് വിജയിക്കുക എന്നത് മാത്രമാണ് കേരളത്തിന് മുന്നിലുള്ള ലക്ഷ്യം. ഇപ്പോൾ തന്നെ 286 റൺസിൻ്റെ ലീഡായി 4 വിക്കറ്റേ പോയിട്ടുള്ളൂ. 132 റൺസുമായി കരുൺ നായർ ഇൻഫോം ബാറ്റ്സ്മാൻ അവിടെ നിലനിൽക്കുന്നു. നാളെ ആദ്യത്തെ സെഷനിൽ വിദർഭയെ പുറത്താക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം. കരുൺ നായർ അക്കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിച്ചിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എത്രത്തോളം റൺസ് നേടും എന്നതായി അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഒപ്പം ക്യാപ്റ്റൻ വാഡ്കറാണ് കൂടെയുള്ളത്. അവരെ പുറത്താക്കുക എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. അത് സാധ്യമാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിന് ഒരു ചാൻസ് കിട്ടും സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യാനുള്ള. പരമാവധി വിദർഭ ശ്രമിക്കുക. ഒരു പക്ഷേ ഇന്നിങ്സ് നീട്ടിക്കൊണ്ടു പോകാനായിരിക്കും. ഒരു പക്ഷേ കേരളത്തിൽ രണ്ടാമത് ബാറ്റിംഗ് അയക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകില്ല. കാരണം ഒരു ചാൻസ് എടുക്കാൻ സാധ്യതയില്ല വിദർഭ. നിലയിലാണ് വിദർഭ. അപ്പോൾ കളി നീട്ടിക്കൊണ്ടു പോകുമോ നാളെ എന്നതാണ് അറിയേണ്ടത്. എത്രയും പെട്ടെന്ന് എറിഞ്ഞിട്ട് മുഴുവൻ ആളുകളെയും പുറത്താക്കുക എന്നത് മാത്രമാണ് കേരളത്തിന് മുന്നിലുള്ള ഏക വഴി.